ആറിൻ്റെ ഭംഗിയുണ്ട്. ആറ്, നമ്മുടെ ആറ് നദി, ആറിൻ്റെ ആഴം. അതെങ്ങനെയൊക്കെ ഉച്ചരിക്കുക അല്ലേ? ഇവരോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഷയോട് അങ്ങോട്ട് ഉച്ചാരണം അങ്ങോട്ട് വരുന്നില്ല. എന്താ കാരണം? ഇഷ്ടമല്ലാണ്ട് പഠിച്ചോണ്ട്. ആറിൻ്റെ ഭംഗി നോക്ക്. ഏതാരെയും നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ജനിക്കേണ്ടതാണ്. അത് പ്രേമത്തിൻ്റെ സ്റ്റാർട്ടിങ് അല്ലേ? ഇത് കാണുമ്പോഴും ആറ് തന്നെ. ആൾ നിങ്ങൾ വായിക്കുമ്പോൾ ആൾ എന്ന് വായിക്കണം. എന്നാൽ ഇംഗ്ലീഷുകാരോട് നമുക്കുള്ള ആ ഒരു ഇഷ്ടം അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മളെ സഹായിച്ചു പോയതല്ലേ ബ്രിട്ടീഷുകാർ. ഇപ്പം ഈ ബ്രിട്ടീഷുകാരെ കളിയാക്കുമ്പോഴും ഇവിടെ കുറെ ഗഡികൾ ആരാ ഞങ്ങളുടെ കളിയാക്കിയേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തെ ഈ സാംസ്കാരിക ലോകത്തിൻ്റെ അധപതനം ആലോചിക്കുമ്പോൾ വെരി ഗ്രേറ്റ് ലേഡീസ്. ഈ ഗേള എന്ന് പറഞ്ഞില്ലേ, ഈ രണ്ടാമതിന് എഴുതിയ ഇത്, ഈ വാക്ക്, ഈ ലേഡി ഈ ഗേള് ചൂടാവെന്ന് പറഞ്ഞാണല്ലോ. ഇതേപോലെ ചൂടാവും ഞാൻ കണ്ടിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ. തമാശ പറയല്ല, ഏതാണ്ടൊരു ലോകത്തെ ചൂടാവല. അതിൻ്റെ ഒത്ത ഭാഷയും ബുജി ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞത് എനിക്കത് വായിച്ചാൽ മനസ്സിലാവാറില്ല എന്തിട്ടാന്നുള്ളത്. പിന്നെ ഒരു ബുജി മലയാളവും. ഗ്രേറ്റ് ലേഡിയാണ് ഈ ലേഡി. ഗേള തന്നോട് പറഞ്ഞാണ് ഈ ഐഡി. ഈ ഗയാവുണ്ട് വഴക്കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാ ആളങ്ങനെ ആരോട് വഴക്ക് പോവാന്ന് പറഞ്ഞാൽ ഒരു തരം പ്രത്യേക തരം വഴക്കാ. ഞാൻ ഇടപെട്ടിട്ടില്ല, ഞാൻ കണ്ട് പേടിച്ചിട്ടുണ്ട് ഈ ഗയാവ് കൊണ്ട് വഴക്കൂടാ കണ്ടിട്ട്. ഈ ഐഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ഓഫ് ഐഡി ആണെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊന്നും പറ്റില്ല. ചിലപ്പോൾ ഒരാൾ തന്നെ ആയിരിക്കാം. ഭയങ്കര സംഗീതപ്രേമിയാണ് ആള്. ആളൊരു ഗ്രേറ്റ് ഐഡിയാണ് എന്നെ സംബന്ധിച്ച്. ആൾക്ക് എപ്പോഴും ഇൻബോക്സിൽ വരാം, ഫേസ്ബുക്ക് ഇൻബോക്സിൽ വരാം, സംസാരിക്കാം. പിന്നെ അതിൻ്റെ ഒന്നീന്ന് കണ്ട എയിലേക്ക് പോകണമെന്നുണ്ട്. ഈ നമുക്ക് ആദ്യം പക്ഷെ പറയേണ്ടത് ഇതിൻ്റെ അത് നമുക്ക് സംസാരിക്കാവുന്ന കാര്യങ്ങൾ. അടുത്ത സ്റ്റാർട്ടപ്പുകൾ ഗംഭീര സ്റ്റാർട്ടപ്പുകളാണ്. ചിന്തകളിൽ കൂടെ സ്റ്റാർട്ടപ്പ് 146, 150 കൂടി സ്റ്റാർട്ടപ്പുകളാണ്. നമുക്കൊരു അത്യുഗ്രം തലമുറയെ വളർത്തിയെടുക്കണം. അതിന് നമ്മൾ സർക്കാരിൽ നല്ല വിവരമുള്ള സർക്കാരിനോട് കാര്യങ്ങൾ പറയാം. കാരണം ഈ ഭാരതം എന്ന ഒരു വികാരം, ആ വിചാരം, ഇതിൻ്റെ ഒരു ഉണർവ് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. അത് ഈ ലോകത്ത് ഈ രാജ്യത്ത് മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ അത്ര സൂപ്പർ ആഴാണിത് ഭാരതം. അപ്പോൾ നമ്മൾ ഈ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ ഇവരെ ഒരു മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് ഓടിക്കുക. അവരറിയണില്ലേ ഇവിടുന്ന് എന്തിട്ട് സംഭവിക്കുന്നുള്ളത്. അങ്ങനത്തെ ഓടിക്കണം ബ്രിട്ടീഷുകാർ ഓടിക്കുമ്പോൾ. ബ്രിട്ടീഷ് യു മേ പ്ലീസ് ക്വിറ്റ് ഇന്ത്യ അല്ലേ? അവരെ നമ്മൾ അവഗണിക്കുന്നത്, ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിച്ചോട് നമുക്ക് അറപ്പും വെറുപ്പാണെന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാ. ഈ ബ്രിട്ടീഷുകാര് നമ്മളെന്തെങ്കിലും പറയുമ്പോഴും ഈ സാംസ്കാരിക നിലവാരമില്ലാത്ത കുറച്ച് ആൾക്കാർ ഈ സാംസ്കാരിക ലോകത്ത് ഒരുപാട് തലമുറകളായി അവിടെ ഇരിക്കുക. അവരുടെ തലമുറ ഈ 96-100 വയസ്സായ ആൾക്കാർ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക ലോകത്തെ ഈ ശബരിമല ഇഷ്യൂക്കെ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇവരുടെ സാംസ്കാരിക ലോകം ഇരിക്കുന്നതുണ്ട. ഇത് പറയാൻ പേടിയാവുന്ന രീതിയിലാണ് ഇവിടെ സ്ത്രീ തലകൾ ഇരിക്കുന്നതേ. ഇവർക്ക് ഇതിന്റെ അപകടം മനസ്സിലായിട്ടില്ലേ ഈ ശബരിമല ഇഷ്യൂവിന്റെ. ഈ ശബരിമല ഇഷ്യൂ നിസ്സാര ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ട് തോന്നുന്നത്. ഇത് എവിടെ നിന്ന് അവസാനിക്കുന്ന പറയണത്? ശബരിമല ഇവിടെ നിൽക്കട്ടെ, ഇതൊക്കെ നമുക്ക് സംസാരിക്കാം. ഇതൊക്കെയാണ് അടുത്ത ക്ലാസ്. ഗ്രേറ്റ് ലേഡീസ്. അതന്നെ പറഞ്ഞു ഞാൻ. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് വഴക്കൂടാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞങ്ങൾ വഴക്ക് കൂടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻബോക്സിൽ പോയിട്ട് പറഞ്ഞ്
വഴക്കിൻ്റെ കേസല്ല എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു വല്ലപ്പോഴേക്ക് സംസാരിക്കാറുള്ളൂ. പക്ഷെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ആളായിട്ട്. ഇപ്പം ആളവിടെ ഇല്ല, എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, അറിയാത്തവരും പറയാനും പാടില്ല. ആ ഗുഡ്. ഇങ്ങനൊരു വഴക്കിൻ്റെ സീമകൾ എന്തൊരു വഴക്കാന്നേ. ഇതിൻ്റെ കൂടെ ആരെങ്കിലും വഴക്കൂടാൻ പോയി കഴിഞ്ഞാൽ പോണത് ഓർമ്മയിട്ടാവുള്ളൂ അവരേതായ രീതിയിൽ. ഞാൻ വഴക്കൂടാൻ പോകാറില്ല, കാരണം വഴക്കിൻ്റെ ഇത് കേസില്ല. ഏതോ ഒരു സ്ത്രീ ലെവലിൻ്റെ അറ്റത്താണ് ഈ ലേഡിയുടെ വഴക്ക്, ഈ ഐഡിയുടെ വഴക്ക്, അതെനിക്കറിയാം. പിന്നെ ഞാൻ അന്ന് ആളെ കുറിച്ച് വിചാരിച്ചിട്ടുള്ളത് എന്തോ റിസർച്ച് ചെയ്യണം, അങ്ങനത്തെ ഒരു ബുദ്ധി ലെവലുകളൊക്കെയാണ്. നമുക്ക് എത്തപ്പെടാൻ രീതിയിലില്ലാത്ത ഓരോ സ്ത്രീകൾക്ക് ഓരോ പൊസിഷൻസ് ഉണ്ടാവും. അതിലേതോ ഒരു ഏതോ രാജ്യത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു ലേഡി, അങ്ങനത്തെ ഒരു ബന്ധമാണ് എനിക്കന്ന് ഉണ്ടായിരുന്നത് തുടങ്ങുന്ന സമയത്ത്. ഇത് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാനുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അത് പേഴ്സണലായിട്ടൊന്നും ചോദിക്കലും പറയലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ആളും അങ്ങനത്തെ ഒരാളല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ നിൽക്കണം. ഗ്രേറ്റ് ലേഡീസ്, സ്ത്രീകളെ ബഹുമാനിക്കുക എല്ലാവരും കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് ആരെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ലേഡീസ് എന്ന് അവർ വിളിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ വിചാരിച്ച ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോണ രാജ്യത്ത്. വിവരമുള്ള സ്ത്രീകൾ രാജ്യത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരാൾ മതി. വിവരമുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ 150 വേർഡ് പോയി 2 ആകാം, 75 എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എത്തിക്കും. അവരൊരു മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ഒരേ ലെവലിൽ പോകും. അതാണ് ഈ നാട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം, ഭൗതിക സ്വാതന്ത്ര്യം. നമ്മുടെ രാജ്യം ഗംഭീരമായിരുന്നു, എ തൊട്ട് സെഡ് വരെ. അതിൻ്റെ അടിത്തട്ട് സൂപ്പറായിരുന്നു കലാരംഗത്ത്. ഇതെവിടെ കൈമോശം വന്നു, എവിടെ പോയി? നമുക്ക് തിരിച്ചു പിടിക്കണം. ബ്രിട്ടീഷുകാരെ കളിയാക്കുമ്പോൾ നിങ്ങൾ ഇടപെടാണ്ടിരിക്കും. ദയവ് ചെയ്ത് ബ്രിട്ടീഷുകാരെ കളിയാക്കണ്ട. ഇടയ്ക്ക് ബ്രിട്ടീഷുകാർ ഇത് കളിയാക്കണം. ഇത് എന്താന്നേ, അവര് നമ്മളെ തവിടുപിടിയാക്കി പോയ ആൾക്കാരല്ലേ. അപ്പം അതിന് നിങ്ങൾക്ക് ഒരു എയിമിൽ എപ്പോഴെങ്കിലും ഒരു വാശി വന്ന് നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല. അപ്പം ചെയ്തു വെച്ച് പോയ ഒരാളുടെ പേരാണ് യുവരാജ് സിംഗ്. നിങ്ങൾ ആ 6 കാണും, ആ സെമി ഫൈനലിൽ 2020 ധോണി അടിച്ച സെമി ഫൈനലിൽ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വഴിത്താര എന്ന് പറയില്ലേ, ഇന്ത്യൻ ക്രിക്കറ്റിനെ മാറ്റിമറിച്ച വർഷം. ആ ലോകകപ്പ് അടിച്ച പിന്നെ ഇന്ത്യൻ യുവത്വം എങ്ങനെ ഉണർന്നു വെച്ചാൽ ക്രിക്കറ്റിലൊരു ഉണർവുണ്ടായി. ഈ ക്രിക്കറ്റ് ഉണരാന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ ഉണർന്ന് പറഞ്ഞ പ്രത്യേകത ഒരു ഉണർവാ അല്ലേ. സച്ചിൻ ഔട്ടായി കഴിഞ്ഞാൽ ടീം നിർത്തി പോണ പഠിപ്പിസ്റ്റുകളുടെ ലോകമാണിത്. അങ്ങനെ ആരാധകരുണ്ട് നാട്ടില്. ഗ്രേറ്റ് ലേഡീസ്. നമ്പർ 1. ഇനി ഗ്രേറ്റ് ലേഡീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാം, നോക്കട്ടെ, ചിന്തിക്കട്ടെ. ഭാരത് സൊല്യൂഷൻ. ആ ഗേളിനെ കുറിച്ച് അപ്പം അങ്ങനെ പറഞ്ഞാണ് ഞാൻ നേരത്തെ ചിരിച്ചത്. ചിലപ്പോൾ ആൾക്കത് ഇഷ്ടാവില്ല, അത് വേറെ കേസ്. അപ്പം അങ്ങനെ നിൽക്കട്ടെ, സന്തോഷം, സമാധാനം.